അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഡിസംബർ 25 നമ്മളിപ്പോൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 50-51 എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ജൂൺഗിരിയിലാണ്, ഋഷികേശിൽ. ഒരുപാട് പേര് ചോദിക്കുന്ന ക്രിസ്മസിന് പരിപാടി ഇല്ലേന്ന്. അതെ, നമ്മൾ താമസിച്ച റൂമൊക്കെയാണ്. ജൂൺഗിരിയിൽ നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്മസിന് പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇവിടെ ന്യൂ ഇയറിനാണ് പരിപാടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 11 മണി. നമ്മുടെ മാർട്ടിൻ ബ്രോവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മാസം മുന്നേ വന്നപ്പോൾ. നമ്മുടെ ഹൈഡ്രോപോണിക്സിൻ്റെ ഒക്കെ ആള് പുള്ളി ക്രിസ്ത്യനാണ്. അപ്പോൾ പുള്ളീൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പുള്ളി ഋഷികേശിൽ തപ്പോവനിലാണ് താമസം. അപ്പോൾ ഇവരെ വിഘ്നേഷ് ബ്രോനെ ഗീതുബാബിനെയൊക്കെ അവരെ ഫാമിലിയായിട്ട് വിളിച്ചിട്ടുണ്ട് ക്രിസ്മസിന് ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും ഇപ്പോൾ ഇവരുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെയാണ്. അപ്പോൾ നമ്മളും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാർട്ടിൻ ബ്രോൻ്റെ അടുത്താണ് ഋഷികേശിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഏതായാലും ടേക്ക് ഇറ്റ്. നോ യു ടേക്ക്. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗീതുബാബിന്റെ കൂടെ. ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വേർ ഈസ് വിഘ്നേഷ് ബ്രോ? ഓക്കെ, വിഘ്നേഷ് ബ്രോ ഓൾറെഡി പോയിട്ടുണ്ട് താഴേക്ക്. നമ്മളിന്ന് ഗീതുബാബിന്റെ കാറാണ്. യു നോ ടു ഡ്രൈവ്? Why this is actually in mules. Yes, see what is written here. King for a ring for a kiss. Okay. This is for Vignesh. Okay, So come on, take. What is this? This is for Martin. He takes this cow milk from village. Okay. ഇവിടുന്ന് കേട്ടോ മാർട്ടിൻ ബ്രോയും പാലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് ഗീതുബാബിൻ്റെ കൂടെ കാറിലാണ് ഇന്ന് ഋഷികേശിലേക്ക് പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് പരിപാടിയൊക്കെ അവിടെ കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയൊരു പട്ടിക്കുട്ടി. ഈ ചെറിയൊരു സാധനം. അപ്പോൾ അതെ, നമ്മളങ്ങനെ പാർക്കിലെത്തി. ഇന്നലെ കൊണ്ട് ഇവിടെ വണ്ടി കിട്ടിയാണ്. വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ സേഫ് ആട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടിയൊക്കെ സേഫായിട്ട് ഇവിടെ കിടന്നോളും. അതുപോലെ നമ്മുടെ ഗീതുബാബിൻ്റെ വണ്ടി ഇതേ കിടക്കുന്നു, തിയാഗോ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 10-25 കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തുമായിരിക്കും. അവിടുന്ന് നമുക്ക് വിഘ്നേഷ് ബ്രോനൊക്കെ കാണാം. നല്ല ഫുഡ്, വല്ല ബിരിയാണിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫുഡ് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. എന്തായാലും നോക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ അറിയാം. യു ആർ ഡ്രൈവിംഗ്? Yes. Okay. And please take those videos coming from Okay. You want to Ganges river. Okay. പോകുന്ന വഴിക്ക് ഒരു സൈഡ് ഫുള്ള് ഗംഗാ നദിയാണല്ലോ താഴോട്ടെത്തുമ്പോൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെയാണ് പറയുന്നത്. എടുത്തേക്കാം. What happened? She opened this. Okay. Press it hard. ഗീതുബാബി ഓടിക്കുന്നതുകൊണ്ടേ പുള്ളിക്കാരിക്ക് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സീറ്റൊക്കെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ നല്ല വിശാലമായിട്ട് ഇരിക്കാം. ചെറിയ ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ഭയങ്കര സുഖം കേട്ടോ. വൺ സൈഡ് ഗംഗാ റിവർ, വെരി ഡീപ്പ്. ഓക്കെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവുന്ന, ഞാൻ ചുമ്മാ കളിയാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഋഷികേശ് പിടിക്കാം. Merry Christmas. Today we'll have a good time together. Okay. With Martin's family. നമ്മളിത് തപ്പോവനിൽ ടൗണിലെത്തി. അവർ നമ്മുടെ മാർട്ടിൻ ബ്രോയ്ക്ക് അവർക്ക് ചെറിയ ഗിഫ്റ്റ് എന്തോ ക്രിസ്മസിൻ്റെ എന്തോ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയേക്കാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചെക്കിങ് കേട്ടോ. കൊറോണേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോന്നല്ല, ടൂറിസ്റ്റുകളുടെ തിരക്ക് നല്ലപോലെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഡെറാഡൂൺ ജില്ല മൊത്തത്തിലെ നമ്മുടെ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ പാർട്ടികളെല്ലാം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഇറക്കി. അത് മൊസൂരിയിലും ഡെറാഡൂണിലും. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ആഘോഷിക്കാൻ ആൾക്കാർ വരുന്ന ഋഷികേശിൽ. അതുകൊണ്ട് നല്ല തിരക്കാണ് റോഡിലൊക്കെ. പല സ്ഥലങ്ങളിലും ചെക്കിങ് ഉണ്ട്. റോഡ് സൈഡിൽ വരെ കോവിഡ് ചെക്ക് ചെയ്ത് ഇപ്പോൾ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു സീനുണ്ട്. നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ല. നമ്മളായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അങ്ങനെ തപ്പോവയിൽ നിന്ന് കുറച്ച് മേലേക്ക് കയറുന്നുണ്ട്. ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന വില്ലേജ് ഏരിയയാണ്. അതുപോലെ ഒരുപാട് ഹോം സ്റ്റേയും റൂമുകളൊക്കെ കൊണ്ടിട്ടോ. ഇവിടെയും യോഗ സെൻ്റർ കൊണ്ടുണ്ട്. മെയിനായിട്ട് ഫോറിനേഴ്സൊക്കെ വന്ന് ഉള്ളിലേക്ക് കയറി താമസിക്കുന്ന സ്ഥലമാണ്. ഇങ്ങോട്ടൊന്നും എനിക്കിങ്ങനെ ഋഷികേശിൽ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മലേൻ്റെ മുകളിലേക്ക് കയറിയ നമ്മുടെ മാർട്ടിൻ്റെ വീട് ഈ ബിൽഡിങ്ങിലെങ്ങാണ്ടാന്ന് തോന്നുന്നു.
അവരതേ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാട്ടോ മാർട്ടിൻ ബ്രോ താമസിക്കുന്ന സ്ഥലം. ഇതിനകത്ത് ഫ്ലാറ്റ് പോലാണ്, ഒന്നിൽ കൂടുതൽ ഫാമിലികൾ, പല വീടായിട്ടാണ് ഇതിനുള്ളിൽ. നമ്മൾ മേലെയാണെന്ന് തോന്നുന്നു. ഇതാട്ടോ നമ്മുടെ മാർട്ടിൻ ബ്രോൻ്റെ വീട്. ഇപ്പോൾ വരുമായിരിക്കും, ഞാൻ അവിടെ പോയി കൊട്ടിയിട്ടുണ്ട്. ഡു യു നോ മീ? ഹലോ. How are you, buddy? And I bring some peoples. Oh, everybody is calm. Merry Christmas. डोलू लेके? ये अच्छा। ये मोनिका ने क्या कुछ करते हैं? അപ്പോൾ ഇതാണ് നമ്മുടെ മാർട്ടിൻ ബ്രോ. നൈസ് ടു മീറ്റ് യു അഗൈൻ. Same here, man. Why don't you come in? Yeah, this is your home. I saw you down, but I was not too sure if it was you or it was somebody else. When? Just now. Okay. Because there was a car also there, no? She Gidu Babi's car. No, there's another Swift there. Oh, I don't know. We came together. Oh, okay. Come. അപ്പോൾ ഇതാണ് വേറെ വീട്. ഓ, ഇവിടെ ക്രിസ്മസിന് പരിപാടിയായിട്ട് ഇവിടെ LED കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ മാർട്ടിൻ ബ്രോ നമുക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ മാർട്ടിൻ്റെ വൈഫ് കേട്ടോ. വാട്ട്സ് യുവർ നെയിം? മോണിക്ക. അതുപോലെ നമുക്കിത് കഴിക്കാൻ ഇവിടെ കൽക്കൽ നാളെ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഇത് ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻസൊക്കെ ക്രിസ്ത്യൻസ് ഇവരുടെ ക്രിസ്മസിനുള്ള മെയിൻ ഒരു സാധനം കേട്ടോ. അതേപോലെ അവിടെ ഒരു കേക്ക് ഇരിക്കുന്നത് കാണാം. വൈ യു ഓൾവേസ് കീപ് ദാറ്റ്? ബിക്കോസ് ഓഫ് ദാറ്റ് റം. She want to get high. ഓക്കെ, റമ്മ് ഒഴിച്ചുണ്ടാക്കിയ കേക്ക് കേട്ടോ. അവരത് കൈയടക്കി വെച്ചേക്കാണ്. Now you explain. What's this? This is mashed potatoes. Okay. This is steamed veggies. This is roasted chicken. Okay. Bread, bun and butter. And then we have this dip in case someone likes dip. Okay. This is a non-chili based dip, and this is of course very hot, made with Raja chili, which comes from the cook is northeast. Cook is your mom. Actually, this is from northeast. Your northeast state. No, this is Anglo-Indian food. This is a typical Anglo-Indian Christian For lunch. any kind of programs or special programs or every time? No, we eat normally like this as well. Okay. But specifically on Christmas Day, there's much more. Okay. But since I didn't have help, so I Okay. couldn't prepare more. Okay, no problem. Like I had planned to make barbecue chicken Okay. and a few more things. അപ്പോൾ അങ്ങനെയാണ് സംഭവം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ നല്ല ഇവരുടെ സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വിഘ്നേഷ് ബ്രോ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുകയാണ്. അവർ വരുമ്പോൾ അവർ കഴിച്ചോളും. ഇപ്പം നല്ല ചൂടോടെ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബെന്നൊക്കെ കേട്ടോ, ഫുൾ ചിക്കൻ മുറിച്ച് പീസാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദീപനും വന്നിട്ടുണ്ട്. അപ്പം മേരി ക്രിസ്മസ്. Merry Christmas. இந்த மாதிரி ஒரு லஞ்சு சாப்பிட்டு இருக்கா முன்னாடி? இல்ல மச்சான். இல்ல. அதுவும் എനിക്കും தெரியாது இது எப்படி சாப்பிடணும். ബെന്നുണ്ട്, ചിക്കൻ ഉണ്ട്. Okay. Some vegetables are there? Yeah. Merry Christmas. Merry Christmas, madam. ഇവിടെ ചിക്കൻ മുറിക്കുന്നു. ദീപന്റെ ആ ബെന്നിനകത്ത് സാൻഡ്വിച്ച് ആക്കി മാറ്റുക. ചിക്കനും സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് ഞാനിവിടെ ഒരു ബെന്നും, ഇത് പൊട്ടറ്റോന്റെ പേസ്റ്റ് ആണ്, അതുപോലെ ചിക്കൻ, പിന്നെ ഒരു എരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു മസാല സെപ്പറേറ്റ്. ഒരു മസാല ഇതിനകത്തില്ല കേട്ടോ, മസാല സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കുറച്ച് പൊട്ടറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് मेरे को इसके साथ ना ये सैलेड का भी अच्छा लगता है. Like and close it. I'll take more garlics. Put here like a little. ചിക്കനൊക്കെ പിന്നെ എല്ലായിടത്തുള്ളത്. The best. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ക്രിസ്മസിൻ്റെ ഒരു ചെറിയ വിരുന്നായിരുന്നു കേട്ടോ, നമുക്കത് മാറ്റണമെന്ന്. എനിവേ താങ്ക്സ് ബഡി ഫോർ ദ പാർട്ടി. ആൻഡ് വെൻ വിൽ യു കം ടു? Tomorrow morning. I'll see you guys. Then we will meet there. Definitely. Okay? All right. Merry Christmas. Same to you, brother. Okay. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവാട്ടോ. ജസ്റ്റ് വന്നോ, ഫുഡൊന്നും കഴിച്ചു. നമ്മളെ നാട്ടിലൊക്കെ കഴിക്കുന്ന പോലെ കുത്തിപ്പറിച്ച് തിന്നാനൊന്നും പറ്റില്ല. ഇവിടുത്തെ ചിക്കനൊക്കെ നുള്ളിപ്പറക്കി എടുക്കണമെങ്കിൽ തന്നെ 5 മിനിറ്റ് എടുക്കും. ഒരു സ്റ്റാൻഡേർഡ് ലെവലാട്ടോ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇത് ബാബിയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇതേ അവിടെ കൊടുക്കും. ഇവിടുന്ന് ഇനി വണ്ടി എടുക്കണമെങ്കിൽ ഒരു ടൈമാവും.
അപ്പോൾ നമ്മൾ അവിടുന്ന് മാർട്ടിൻ ബ്രോൻ്റെ അവിടുന്ന് ഋഷികേശിലേക്ക് വന്നിട്ടു. ഋഷികേശിൽ നമ്മൾ ഇവരുടെ പുതിയ കോട്ടേജിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ, ബെഡിന് വേണ്ട ബെഡ്ഷീറ്റ്, ഒരു ഹോട്ടൽ, ഒരു ഹോം സ്റ്റേ ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ വന്നതുണ്ടല്ലേ, തുണീൻ്റെ, നമ്മൾ താഴെയാണ് ശരിക്കുള്ള മാർക്കറ്റ്, ഇത് നമ്മൾ സ്റ്റോക്കിന് വേണ്ടിയിട്ട് മേലേക്ക് കയറി വന്നതാണ്. അപ്പോൾ അവിടെ ഗീതു ബാബി നമ്മുടെ മുനയ്ക്കും കൂടെ സാധനങ്ങളൊക്കെ, ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിവിടെ കാറ് നിർത്തി ലക്ഷ്മൺ ജൂലയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റാം ജൂലയും ജാങ്കി ജൂലയൊക്കെ കണ്ടതാണ്. നമ്മൾ മനുഷ്യട്ടൻ്റെ കൂടെ വന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഗീതു ബാബി ഇപ്പോൾ രാത്രിയിലുള്ള ഋഷികേശിലെ വ്യൂ എങ്ങനെയാണ് നോക്കാം. ഇവിടെ ലക്ഷ്മൺ ജൂല പാലം കാണാം, അതുമേ ഫുള്ള് LED ലൈറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. നമുക്ക് അതുകൂടെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഏതായാലും ഞങ്ങളിത് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക, വണ്ടി അവിടെ ഇട്ടിട്ട്. तेरे लिए तो मैं काफी हूँ. അപ്പോൾ ഇതാട്ടോ ലക്ഷ്മൺ ജൂല എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ തൂക്കുപാറ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം. ഇവിടെ ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. ഇവിടെ നൈറ്റ് വ്യൂ കാണാൻ വേറൊരു രസം തന്നെ ഉണ്ട്. ഭയങ്കര തിരക്കാണ് ആൾക്കാരൊക്കെ. അപ്പോൾ ആ പാലത്തിലേക്കൊന്ന് കയറാം. യു വാണ്ട് എനിത്തിങ്? വാട്ട് യു ആർ ഹംഗ്രി? ഓക്കെ, ബേൽപൂരി. അപ്പോൾ ഇവിടെ വഴിയായിരിക്കും ബേൽപൂരിയൊക്കെ വിൽക്കുന്നുണ്ട്. വിശക്കുന്നു എന്ന് കുറേ നേരമായി പറയുന്നത്. നമുക്കെന്തായാലും ലക്ഷ്മൺ ജൂല എന്ന് പറയുന്ന ആ പാലത്തിലേക്കൊന്ന് കയറി നോക്കാം. ഇതുണ്ടോ, ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം ആൾക്കാരേതായാലും. 2 എണ്ണത്തിന് 50 രൂപ. Put some if you don't mind. Yeah, no problem. I can. Oh, that much. Oh, you want to? Okay. I want to show. ഇതാട്ടോ സാധനം. ഇതിനകത്ത് ഇവർ ബേൽപൂരിയും കടലയും അതുപോലെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. മിച്ചറൊക്കെ ഇട്ട് ടേസ്റ്റി കൂടാൻ വേണ്ടിയിട്ട്. പുളിയോ? How's it? Tasty. Tasty? Yeah. Nice. Nice. All mixed, you know, boiled. Okay. Crispy. വിഘ്നേഷ് ബ്രോ അവിടെ വീട്ടിലെത്തിയിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങൾ കറങ്ങി നടന്ന് എത്തുകയാണ്. ഇനി വണ്ടി ബ്ലോക്കായി എന്നൊക്കെ പറയേണ്ടി വരും അവിടത്തേട്ട്. അതുപോലെ അവിടെ ഒരു ആശ്രമമൊക്കെ കാണാം കേട്ടോ. ടെമ്പിളും ആശ്രമം എല്ലാം കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. അവർ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഈ ഗംഗാനദിൻ്റെ അപ്പുറം ഇപ്പുറം കാണാൻ നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തുണ്ടാവില്ല. എല്ലാം നൈസാണ്. ഇവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അടുത്തൊരു വന്നപ്പോൾ വെറുതെ കൊണ്ട് കയറിയത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ ജൂൺഗിരിയിൽ തന്നെ വന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എന്തായാലും ചെയ്യും. ഇന്നിപ്പോൾ ജസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസം എന്തായാലും ട്രാവൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ മോഡൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ ആക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.